വരവായി നീലരാത്രി. അത്ര മനോഹരമായ പദം എന്ന് മാക്സിം ഗോർക്കി പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനായി കാണാതിരുന്ന ഒരു കാലുണ്ടായിരുന്നു. അല്ലെങ്കിലും പുതിയ ഒരു കാലത്ത്, ഈ ടെക്നോളജിയുടെ കാലത്ത് 40 മിനിറ്റിലധികം എന്ത് വലിയ സംഗതി പറഞ്ഞാലും പാടിയാലും കേൾക്കാൻ പറ്റുന്ന അത്ര സംവേദനക്ഷമത പുതിയ കാലത്തെ സാങ്കേതിക ലോകത്തെ മനുഷ്യനില്ല. തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അറിയാതെ കൈ കീശയിലേക്കോ എവിടെയാണോ ഫോണ് വെച്ചത് അടുത്തേക്ക് ഇങ്ങനെ പോകും. സ്വാഭാവികമാണ്. മൊബൈല് സോഷ്യൽ മീഡിയയും ഉണ്ടാക്കി തീർത്ത ഒരു പുതിയ കാലത്തെ, പുതിയ കാലമല്ല, 20 വർഷമായി അതിൻ്റെ സാർവജനീനമായ സാങ്കേതിക വിദ്യ, ഇപ്പം AI കൂടി വന്നതോട് കൂടിയിട്ട് ഇപ്പം വായനയുടെ ഒരു കാലമാണ്. വായനാ പക്ഷാചരണം ആചരിക്കുകയാണ് ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ. കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഒരു 10 പേജ് വായിച്ചെടുക്കാൻ ഞങ്ങൾ എല്ലാവരും എടുക്കുന്ന എഫേർട്ട് വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര കഠിനമായിരിക്കും അല്ലേ? വായിക്കാൻ പുസ്തകം എടുത്താൽ അപ്പോൾ ഉറപ്പ് വരും. നമുക്ക് അത്ര കിട്ടില്ല. എന്നാൽ പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. പണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വായനശാല ഉണ്ടാവില്ല. ഒരു പീഡിയശാലയിൽ പോയി കഴിഞ്ഞാൽ ഒരു മാതൃഭൂമി ഉണ്ടാവും, അല്ലെങ്കിൽ മനോരമ ഉണ്ടാവും. അതിരാവിലെ വരുന്നവരുണ്ടാവും പത്രം വായിക്കാൻ. അതിരാവിലെ വരുന്നവർക്കാണ് പത്രം കിട്ടുക. അപ്പൊ അവരിങ്ങനെ ഫുള്ളെടുത്തിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് നോക്കും. അപ്പോഴത്തേക്ക് തന്നെ വേറൊരാളെടുത്ത് വരും. അപ്പോൾ അവര് പിന്നെ ഒരു പേജ് അവരെടുക്കും, അടുത്ത പേജ് വേറൊരാളെടുക്കും, പിന്നത്തെ പേജ് എടുക്കും, പിന്നെ എല്ലാവരും കൂടി ഇതിങ്ങനെ വലിച്ച് കീറി ഓരോരോ കഷ്ണങ്ങളായിട്ടുണ്ടാവും. ആർത്തിയോടെ വായിച്ചിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ വട്ടതിരിപ്പാട് ആദ്യമായിട്ട് വായിച്ച കഥ നിങ്ങൾക്കറിയാം. പുളി കെട്ടിയ കടലാസിൽ അല്ലെ, പീടികയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പുളി കെട്ടിയ കടലാസിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാൻമാർക്ക് കുട എന്ന ആദ്യത്തെ വാക്ക്, ആദ്യത്തെ വരി വായിച്ച ഒരു ഓർമ്മ അദ്ദേഹം പറയുന്നുണ്ട്. കാലം ഇങ്ങനെ മാറി പോവുക. ഇപ്പോ GPT ചാറ്റ് എന്ന് പറയുന്ന മറ്റൊരു സംഗതി കൂടി ഉണ്ട് അല്ലെ? ഒന്നും പറയണ്ട. നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞെക്കിയ കൊടുത്ത അതിൽ പറഞ്ഞാൽ മതി, പാട് വരും. ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു സംഗതി ഓർമ്മയെ നശിപ്പിക്കുമെന്നാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഡോക്ടർമാരുടെ പഠനം പറയുന്നത്. കാരണം ഒന്നും ഓർക്കേണ്ടതില്ല. മെഡിമിക്സിന്റെ പരസ്യം പറയുന്ന പോലെ എല്ലാം മറന്നേക്കുമെന്ന്. മെഡിമിക്സിന്റെ പരസ്യത്തിൽ അങ്ങനെയാണ്, എല്ലാം മറന്നേക്കും, ഒന്ന് മാത്രം ഓർത്താൽ മതി എന്ന് പറയുന്നത് പോലെ. അത് പരസ്യത്തിന്റെ കമ്പോളത്തിന്റെ യുക്തിയാണ്. ഒന്ന് മാത്രം. മെഡിമിക്സിന്റെ പരസ്യം പറയുന്നത് എല്ലാം മറന്നേക്കൂ, എന്നെ മാത്രം ഓർത്താൽ മതി എന്നുള്ളതാണ്. ഇത് പരസ്യത്തിന്റെ കമ്പോളത്തിന്റെ യുക്തിയിൽ മനുഷ്യൻ ആയിത്തീർന്നതിന്റെ, അത് പരസ്യങ്ങളുടെ എല്ലാം പരസ്യം പതിക്കാനുള്ള നമ്മുടെ ഒരു പുറംചട്ടയാണ്. നമ്മുടെ മതിൽ, നമ്മുടെ പുറം പരസ്യങ്ങൾ പതിക്കാനുള്ള ഒരു ചട്ടയാണ് മനുഷ്യന്റെ എല്ലാം. എന്ത് പുതിയ സാങ്കേതിക, കേരളത്തിൽ പ്രത്യേകിച്ചും ലോകത്തെ തോറ്റു പോകുന്ന 2 ഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത്രയും പുരോഗമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ. പക്ഷെ അതിന്റെ അധോഗതി നോക്കി, അതിന്റെ പുരോഗതിയുടെ ഗതി നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ദിശ നോക്കിക്കഴിഞ്ഞാൽ അത്ര കണ്ട് ശുഭകരമല്ല എന്നുള്ളതാണ്. ലഹരി വേറൊരു സംഗതി. അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ, അത്ര സമയം ഞാൻ പറയില്ല, ചെറിയ സമയം മാത്രമാണ് പറയാം. ഈ പുതിയൊരു കാലത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ അത്ര കണ്ട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ആളുകൾ നമ്മളൊക്കെ ഈ നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ മക്കളാണ്. അപ്പോ അതിൽ ഉണ്ടാവേണ്ടുന്നതായ എല്ലാ കൂട്ടായ്മകളിലും പുരോഗമനപരമായ ഒരാശയം ഉണ്ടാവും. അതുണ്ടാവണം. പുരോഗമനപരമായ ഒരാശയം എന്ന് പറയുന്നത് അത് ഒരു പാർട്ടിയുടെ മാത്രം ആശയമാണെന്ന് ഞാൻ പറയുന്നു. ഒരു പക്ഷം ഉണ്ടാവണം. ആ പക്ഷം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതി, സിദ്ധാന്തം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടായിരിക്കും ഈ സംഘടന ഉണ്ടാവുക. അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഒരു പുരോഗമനപരമായ ഒരു രാഷ്ട്രീയം ഉണ്ടായി. അല്ലെങ്കിൽ പിന്നെ ഈ കൂട്ടായ്മകൾക്കൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ഓരോ ഘട്ടത്തിലും കൂട്ടായ്മകളുണ്ട്. സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ റെസിഡൻസ് അസോസിയേഷന്റെ അവരുടെ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ
ഇങ്ങനെയുള്ള നിർമ്മാണ മേഖലയിലുള്ള ഗ്രൂപ്പുകൾ, അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിത്തീരുന്നതിൻ്റെയൊക്കെതായ ചില സൗന്ദര്യങ്ങളുണ്ട്. കൂടിച്ചേരുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ സംഘടനകളിലും കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പം. ഇന്നലെ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ചെറിയ കഥയാണ്. അത് തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ രൂപപ്പെട്ടു വന്നിരുന്ന ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം പറയുന്ന ഒരു കഥയാണ്. സന്തോഷ് ചേച്ചിക്കാനം എഴുതിയ ശ്വാസം എന്ന് പറയുന്ന ഒരു കഥയാണ്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. നിങ്ങളൊക്കെ ചുമട്ടുതൊഴിലാളികളെ കാണാം ഇവിടെ, അല്ലെങ്കിൽ മയ്യിൽ നിങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള യൂണിയനുകളൊക്കെ ഉണ്ടാവും. ഇത് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നമ്മളൊക്കെ കാണുന്ന പച്ചക്കുപ്പായ കേട്ടിട്ട് നമ്മൾ കാണുന്ന ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ഒരു കഥയാണ്. അപ്പൊ അതിനകത്ത് ഒരു 7ഓളം പേര് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അതിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ശ്വാസകോശത്തിന് ഒരു രോഗം വരികയാണ്. അപ്പോൾ നല്ല ബന്ധങ്ങളായിരിക്കും നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും. അത് തൊഴിലാളികളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന വലിയ ഒരു ബന്ധമുണ്ട്. കാരണം വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട് എന്ന് പറയുന്നത് സ്കൂളാണ് അടുത്ത വീട് എന്ന് പറയുന്നത്. പണ്ട് കാലത്താണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഈ 7 പേരിൽ ഒരാൾക്ക് ശ്വാസത്തിന് ചെറിയ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പൊ ഈ തൊഴിലാളികൾ തന്നെ ഇയാളെ കാണിക്കാൻ വേണ്ടി പോകുന്നു. 6 പേരും കൂട്ടിച്ചേർത്ത് ഇയാളെ കാണിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ശ്വാസകോശത്തിന് ക്യാൻസർ ആണെന്ന് അറിയുന്നു. ഈ ഒറ്റ വരുമാനം കൊണ്ടാണ് ഭാര്യയും 2 മക്കളും ജീവിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതായി. സ്വാഭാവികമായി നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ പെട്ടു. നമ്മളൊരു പ്രത്യേകിച്ചും ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബങ്ങളില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ കുടുംബം മാത്രം താങ്ങേണ്ടത്. പക്ഷെ എന്ന് പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. 1 കോടി രൂപ നാളത്തേക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് വാർത്തകളിൽ ഇങ്ങനെ പലതരത്തിലേക്ക് വ്യാപിക്കുകയും സഹായ മനസ്കരുടെ ലോപമായ സഹകരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു നല്ല കാലമുണ്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത്. അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ഈ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തെ ബന്ധമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തെ 7 പേരടങ്ങുന്ന ഒരു തൊഴിലാളി കുടുംബത്തിനകത്ത് ഒരാൾക്ക് ഒരു അസുഖം വന്നു, അയാളെ കാണിക്കാൻ വേണ്ടി ആസ്പത്രിയിലേക്ക് പോകുന്നു. ഈ ഭാര്യ ഇതോടൊന്നും പറയുന്നില്ല. ഭാര്യ അറിയുന്നുണ്ട്, പക്ഷെ രാവിലെ സ്ഥിരമായി വരുന്ന ജോലിക്ക് അദ്ദേഹം വരുന്നു. അപ്പോ ആ തൊഴിലാളി തന്നെ പറയുന്നത്, വീട്ടിലിരിക്കണ്ട, ഇങ്ങോട്ടേക്ക് പോയി ഇവരുടെ തൊഴിലാളികൾ ഇരിക്കുന്ന ഒരു ചായ്പുണ്ട്. 7 പേര് അവിടെ ഇരിക്കുന്ന തൊഴിലാളി യൂണിയന്റെ ഒരു ചായ്പുണ്ട്. ഇദ്ദേഹത്തെ പണിക്ക് പോവാതെ അവിടെ തന്നെ കിടത്തുന്നു, മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഭാര്യയെ അറിയിക്കുന്നില്ല, ഇതൊന്നും കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇടക്കിടക്ക് ഇയാൾക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ മറ്റൊരു തൊഴിലാളി പോയിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കുക. കഥ വായിച്ചാൽ കരഞ്ഞു പോകും. കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. കുറച്ച് ക്രിട്ടിക്കലാണ്. ശ്വാസകോശ ക്യാൻസർ ഒക്കെ വന്നാൽ അങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്കിടെ ഓരോരാൾ പോയിട്ട് ഇയാൾക്ക് ശ്വാസം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അവസാനം സാധാരണ നമുക്കൊക്കെ അറിയാം, അത്യാസന്ന ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ഒന്നുകിൽ ഭാര്യയാകുമ്പോൾ ഭർത്താവ് ഉണ്ടാവണം, ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും കൂടെ ഭാര്യ ഉണ്ടാവണം എന്നുള്ളതാണ്. ആഗ്രഹിക്കുമോ? സ്വാഭാവികമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഭാര്യയെ ഇവർ അറിയിക്കുന്നില്ല. രാത്രിയിലും ഓരോരാൾ ഇയാളുടെ കൂടെ നിന്ന് ആ ചായ്പിലേക്ക് ഈ രോഗിയെ പരിചരിക്കുകയാണ്. അവസാനം ഈ രോഗി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അരുണയെ മറന്നുപോയി എന്നാണ്. അരുണ എന്ന് പറയുന്നത് ഭാര്യയാണ്. ആ കഥ സന്തോഷ് ചേച്ചിക്കാനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അരുണയെ മറന്നുപോയി. അരുണ എന്ന് പറയുന്ന ഭാര്യയാണ്. ഭാര്യയെ മറന്നുപോയി, ഭാര്യ അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അത്രയും ഇയാളുടെ അവസാന കാലം വരെ ഈ തൊഴിലാളികളായിരുന്നു ഇയാളെ നോക്കി പരിചരിച്ച് കൃത്രിമ ശ്വാസവും മരുന്നും വെള്ളവും ഒക്കെ കൊടുത്തു. അതൊരു തൊഴിലാളി വർഗ ബോധമാണ്. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു ബോധം എന്ന് പറയുന്നത്. അത് വെറുതെ ഉണ്ടായിത്തീരേണ്ട ഒന്നല്ല. ഇത് തീർച്ചയായും മനുഷ്യരുടെ അതാണ്. മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നാണ്. അത് ശ്രീകൃഷ്ണനോട് വരെ ദേവനും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അത് മനുഷ്യനാണ് എന്ന്. ഇത് തീർച്ചയായും നമ്മൾ ഉണ്ടാക്കേണ്ട. ഇപ്പൊ ഞാൻ ഈ കുട്ടിയൂർ ഇന്നലെ പോകുന്നില്ല, ഒരാൾ ഇന്നലെ വലിയ പരാതിയുണ്ട് പറഞ്ഞത്. അത് ചരിത്രകാരനാണ്, കേൾക്കാൻ കൊടുത്തു. അവിടെ വേണ്ടുന്നത്ര സുരക്ഷയില്ല എന്നുള്ള സത്യമാണ്. ആരും എവിടെയും പോകുന്നതിനും തടസ്സമൊന്നുമില്ല. പക്ഷേ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരു തരത്തിലും അവിടെ നിന്ന് നീങ്ങാനും ഇറങ്ങാനും പറ്റാത്ത അത്ര ആളുകളെ കൊണ്ട് നിൽക്കുന്നു. ചളിയും വെള്ളവും ഒക്കെ കൊണ്ട് അത് ആരും പോകേണ്ടാത്തൊരു സ്ഥലമൊന്നുമല്ല. പക്ഷെ ഇത്രയധികം ആത്മാർത്ഥത മനുഷ്യർ തമ്മിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യർ തമ്മിൽ അന്യന്റെ വാക്കുകളെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകം ഉണ്ടായിത്തീരണം എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ. മനുഷ്യൻ അത്ര മനോഹരമായ പദം എന്ന് മാക്സിം ഗോർക്കി പറഞ്ഞത്, മനുഷ്യനെ മനുഷ്യനായി കാണാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
മനുഷ്യനെ സൈത്താനെയും കൂടെ അപ്പുറം ഇപ്പുറം നിർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് മാക്സിം ഗോർക്കിയൊക്കെ പറഞ്ഞത് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്നൊക്കെ പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. അപ്പോൾ അന്യന്റെ വാക്കുകളെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകം ഉണ്ടായിത്തീരണം. ഇന്നലെ യോഗയുടെ ദിനമാണ്, അതേസമയം സംഗീതത്തിന്റെയും ദിനമാണ്. 1820 മുതലോ മറ്റും 1920 മുതൽ 1820 ഫ്രാൻസിൽ ആരംഭിച്ചതാണ് ഈ സംഗീത ദിനമായിട്ട്. ഇന്നലെ സംഗീത ദിനമാണല്ലോ. 120ഓളം രാജ്യങ്ങളിൽ സംഗീത ദിനമായി ആചരിക്കുന്നു. പകുതിയോളം രാജ്യങ്ങളിൽ സംഘർഷങ്ങളാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇസ്രായേൽ ഒരു രക്ഷയില്ലാതെ ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള ദാസിയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ലോക ഭീകരനായിട്ട് ഒരു ട്രംപ് പറയുന്ന ഒരു മനുഷ്യൻ ആകെ എന്താ പറയാ, നമ്മള് ഈ ലോകത്തില് എല്ലാ സ്ഥലത്തും സംഗീതം അതിന്റെ ദിനമായി ആചരിക്കുന്നുണ്ട്. ലോക സംഗീത ദിനമാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ഇതേ സമയത്ത്, ഇന്നലെ ഇതേ സമയത്ത് നമുക്ക് ഈ കലയും സംഗീതവും കൂട്ടായ്മയും ഒക്കെ മനുഷ്യനെ ഒന്നിച്ചു നിർത്താനുള്ളതാണ്. ഇതിന് ജാതീയതയും മതത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നും, രാഷ്ട്രീയത്തിന്റെ പോലും ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ പുറകിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ രാഷ്ട്രീയത്തിന്റെ പുറകിൽ മനുഷ്യത്വം നഷ്ടപ്പെടാൻ പാടില്ല. തീർച്ചയായും ഒരു പുരോഗമന സ്വഭാവം ഉണ്ടാവണം. പക്ഷെ അതിനകത്ത് ഒരു വലതുപക്ഷത്തിന്റെ ജീർണതകളെ ബാധിക്കാത്ത വർഗീയതയുടെയോ ജാതീയതയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള വംശീയതയുടെയോ കെട്ടുപാടുകളില്ലാത്ത ഒരു പുരോഗമന സ്വഭാവം ഉണ്ടായിത്തീരണം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വെക്കുന്നതാണ്. അപ്പൊ യൂസഫ് അലി കേച്ചേരിയും രവി ബോംബെയും യേശുദാസും ഒക്കെ പാടുമ്പോൾ, യൂസഫ് അലി കേച്ചേരി ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ്. യേശുദാസ് ഒരു ക്രൈസ്തവനാണ് വേണമെങ്കിൽ പറയാം. രവി ബോംബെ ഹിന്ദു ജാതിക്കാരനായ ബോംബെയിലുള്ള ഒരാളാണ്. അവര് തമ്മിൽ ചേർന്നിട്ട് ഓരോ പാട്ടുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അതിരുകൾ ഭേദിച്ചു പോകുന്ന, അലിഞ്ഞു ചേരുന്ന ഒരു സംഗതിയാണ് സംഗീതം, അല്ലെ? അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നീനവിൻ മരന്ത ചഷകം നെഞ്ചിൽ പതഞ്ഞരാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ആ പാട്ട് ഞാൻ സാന്ദർഭികമായി പാടുന്നത് ഒരു അനുരാഗത്തെ കുറിച്ച്, ഒരു പ്രണയഭരിതമായ ഒരു ജീവിതത്തെ കുറിച്ച് യൂസഫ് അലി കച്ചേരിയും രവി ബോംബെയും ദാസേട്ടനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഈ പാട്ട് പാടുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും അതിന്റെ ജാതിയോ മതമോ ഒന്നും അന്വേഷിക്കാറില്ല. എന്നാൽ ഇത് മറ്റു തരത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. രക്തം കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് ജാതിയെ കുറിച്ച് ആലോചിക്കുന്ന കാലമുണ്ട്. പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി, വിഷയം ലഹരിയോ മറ്റോ, അതൊരു പ്രത്യേക സംഗതിയല്ല. പറഞ്ഞു വെക്കുന്നത് ഇന്നലെ സംഗീത ദിനമാണ്, യോഗ ദിനമാണ്, വായന പക്ഷാചരണം ആചരിക്കുന്ന കാലമാണ്. പൊതുവെ അത്ര എന്താ പറയാ, ഇതൊക്കെയാണെങ്കിൽ പോലും അത്ര സുന്ദരമല്ലാത്ത ഒരു ലോക ഘടന നിലനിൽക്കുന്നുണ്ട്. എല്ലാ തരത്തിലും വംശീയതയുടെ അല്ലെങ്കിൽ ജാതീയതയുടെ ഒക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മളെ പോലുള്ള, കേരളം പോലുള്ള വളരെ ലോകോത്തര നിലവാരമുള്ള ആശയഗതികൾ കൊണ്ട്, പ്രത്യേക ബദലുകൾ കൊണ്ട് നമ്മൾ മാതൃകയാണ്. അപ്പൊ അത്തരത്തിലുള്ള മാതൃകകൾ ഉണ്ടാക്കിയത് മലയാളിയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഒരാൾ അത് മലയാളിയാണ്. ആ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് നിങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ്. ഇപ്പൊ ദേശീയവാദമെല്ലാം പൊളിഞ്ഞടിഞ്ഞ് വീഴുന്ന ചില സ്ഥലത്തുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയത് നല്ലതാണെന്ന് പറയുന്ന ആളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒറ്റ പാലം പൊട്ടിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ കുറെ പാലങ്ങളുണ്ട്, തലശ്ശേരി അടുത്തുള്ള റോഡുകളുണ്ട്, ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്ന നിർമ്മാണങ്ങളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ അവരുടെ കാലത്ത് ഉണ്ടാക്കിയ സംഗതികളൊന്നും പൊട്ടുന്നില്ല എന്ന് ഒരു പരിവേദന. ദേശീയവാദം പല സ്ഥലങ്ങളിലായി, പക്ഷെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. നിർമ്മാണം കഴിയുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കാം, അത് തീർത്തും അഴിമതിയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒക്കെ കാലാവസ്ഥകൾ, ഞങ്ങളൊക്കെ നിർമ്മാണ പ്രവർത്തനത്തിൽ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അതിതീവ്രമഴ എന്ന് നമ്മൾ മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ടാണ് പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള വികൃതികൾ ഉണ്ടാവുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്
അവരുടെ കാലത്താണ് നല്ലത് എന്ന് പറയുന്ന ഒരു 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 സംഗതിയുണ്ട്. ഇതന്നെയായാലും ആ മേഖലക്കകത്ത് ചില അഴിമതികളൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത് മലയാളി എന്നുള്ളത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അത് ലോകത്തിന്റെ നഭോമണ്ഡലങ്ങളിൽ നാനാമണ്ഡലങ്ങളിലും ഒരു തിലകക്കുറിയാണ്. നല്ല ചായ ഉണ്ടാക്കുന്ന ഒരാൾ മലയാളിയാണ്, നല്ല കൈക്കോട്ട് പണിയെടുക്കുന്ന ഒരാൾ അത് ഒരു മലയാളിയാണ്, നന്നായി പൊറോട്ട ഉണ്ടാക്കുന്ന ഒരാൾ, നല്ല വീട്ടമ്മ അതൊരു മലയാളിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടായിത്തീരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലൊന്നുമല്ല. കേരളം ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. മലയാളി ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതിന് മലയാളിയുടെ പ്രകൃതിയുണ്ട്, മലയാളിയുടെ സംസ്കാരമുണ്ട്, മലയാളിയുടെ കവിത ഉണ്ട്, മലയാളിയിലെ നാടകം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലത്തിൽ നിന്നാണ് മലയാളി ലോകത്തിന്റെ നെറുകയിൽ ഇങ്ങനെ വിരാജിച്ചു നിന്നത്. ഇപ്പൊ ചെറിയൊരു സംഗതിയല്ല മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വം. അത്ര ചെറുതല്ല, അത്ര നിസ്സാരമല്ല. ഓരോ മലയാളിക്കും ലോകത്തിന്റെ, അമേരിക്കയുടേതായാലും ലോകത്തിന്റെ എല്ലാ ബുദ്ധി കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവ് ഒരു മലയാളിയാണ്. നല്ല ചായ ഉണ്ടാക്കുന്ന ഒരാൾ അത് മലയാളിയാണ് ലോകത്തിലെ. ഇപ്പൊ നമ്മൾ ആരും നിസ്സാരരല്ല. ഈ നിസ്സാരതയും അന്തസാര ശൂന്യതയും ഒക്കെ വന്നു ചേരുന്ന ഇടങ്ങളിലാണ് ഈ പറയുന്ന ലഹരിയുടെ വേരുകളുള്ളത്. ഇത് വലിയ ഭീകരമായ ഒരു സംഗതി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലഹരി ഞാൻ അറിഞ്ഞോ അറിയാതെയും ഒക്കെ ആ വിഷയം നിങ്ങൾ ഇട്ടതായിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ആരും ഈ MDMA ഒന്നും കഴിക്കുന്ന ആണ് എന്ന ഒരു ധാരണയും എനിക്കില്ല. അത്യാവശ്യം മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടാവും. കുട്ടികൾ ഇവിടെയുണ്ട്, കുട്ടികൾ പുറത്തുമുണ്ട്. ആ വന്നിരിക്കുന്ന ഒറ്റ കുട്ടിയും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് 100% ഞാൻ പറയും. അല്ല, കഴിക്കുന്നവരല്ല. ഞാൻ പറയുന്നു 0.001% കുട്ടികൾ. 0.001%. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു കഴിക്കും. ഞാൻ അന്വേഷിച്ചതാണ്. 0.001% കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് അവരുടെ കുറ്റം കൊണ്ടുമല്ല. ഇതെല്ലാ കാലത്തും പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പൊ കുറെ വിത്തം കിട്ടുന്ന ഒരു സ്ഥലത്തൊക്കെ കിട്ടുകഴിഞ്ഞാൽ എല്ലാം മുളക്കൂല. എന്നാൽ കുറെ മുളച്ചാൽ എല്ലാം ഒരുപോലെ വളരില്ല. പിന്നെ നിങ്ങൾ എത്ര pH 5% അതായത് മണ്ണിന്റെ അസിഡിക് അമ്ല തുലനത ആണ് pH എന്ന് പറയുന്നത്. അത് ക്ലിയർ ആക്കി വെച്ചിട്ട് നിങ്ങൾ എല്ലാ വിത്തും കിട്ടും. എന്നാലും എല്ലാം മുളക്കൂല. എല്ലാം മുളച്ചാൽ തന്നെ എല്ലാത്തിനും ഒരേ വളർച്ചയായിരിക്കൂല. വളർന്നതിൽ ചിലതിന് കുരുടിപ്പുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ കുരുടിപ്പുള്ളതിനകത്ത് മാത്രം അതിനെ കളയാൻ വേണ്ടിയിട്ട് ബാക്കി തേച്ചും അടച്ചങ്ങ് ആക്ഷേപിക്കുമോ? അത് തേച്ച് മുറിച്ച് കളയോ? 100 ചെടിയുള്ളതിൽ ഒരു ചെടിക്ക് കുരുട് വന്നു, അല്ലെങ്കിൽ 10 ചെടിക്ക് കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനങ്ങ് അപ്പാടെ മുഴുവനായി നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഒരു രീതിയാണ്. ഇതാണ് ഇതിനകത്തും സംഭവിച്ചു പോകുന്നത്. ശരി, കുറച്ച് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പക്ഷേ വലിയ രീതിയിൽ ഇത് വലിയ ഭീഷണിയാണ് എന്നും ഇതൊരു പ്രത്യേക വിഭാഗം ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിടിക്കപ്പെടുന്നവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഇന്നലെ ഈ കൊളച്ചേരിമുക്കിൽ കുറച്ചാൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് അവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നു, ഒരു കാർ അങ്ങനെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ വണ്ടിക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല, കാരണം കോൺക്രീറ്റ് അവിടെ ഇടുന്നതാണ്. വണ്ടിക്ക് മാറ്റാനില്ല, വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നില്ല. ഒരു ബസ് ഇപ്പുറത്ത് നേരെ വന്നു, ഒരു കാർ, ഒരു പയ്യന് 2-3 പെൺകുട്ടികൾ അതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം മാറുന്നില്ല, റോഡ് മാറുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ബേക്കോട്ട് എത്തി കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം, കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ കാറുകാരൻ അവിടെ തന്നെ നിർത്താണ്. കുറച്ച് സൈസൊക്കെ ഉള്ള ചെറുപ്പക്കാരൻ. ആളുകൾ നോക്കി നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്ന സമയത്ത് ഇവർ തട്ടി കയറുന്നു. ഓട്ടോ ഡ്രൈവർമാർ കുറെ ആളുടെ ഇവിടെ കിടന്ന് കണ്ടിട്ടുണ്ടാവും. ഓട്ടോ ഡ്രൈവർമാരോടെ തട്ടി കയറുന്നു, ഒരു രക്ഷയുമില്ല. അതിൻ്റെ അകത്ത് ഭാര്യയും 2-3 പെൺകുട്ടികളുണ്ട്. അതിൻ്റെ ഡ്രൈവറെയൊക്കെയാണ് കുറ്റം പറയുന്നത്, ചീത്ത പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴാണ് പണിയെടുക്കേണ്ടത്. അത് എന്താണെന്ന് അറിയില്ല. ഇതൊരു പുതിയൊരു രീതിയാണ്. അടിച്ച് കരണക്കുറ്റിയാണ് പൊട്ടിക്കേണ്ടത്. ഇത് നമ്മള് സത്യത്തിൽ ഇന്നലെ അങ്ങനെ കുറച്ചൊരു മുക്കിലുണ്ടായ സമയം 10 മിനിറ്റോളം അവിടെ ബ്ലോക്ക് ഉണ്ടായി. അദ്ദേഹം പിന്നെ ബെൽറ്റെല്ലാം ഊരി പുറത്തിറങ്ങിയിട്ട് ആ ബസ്സിലെ ഡ്രൈവറെ അടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കായലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ സംഭവിച്ചത് അറിയാം. പെൺകുട്ടിയെ
മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി മാർച്ച് നടത്തുക. ഇത് ആകമാനം നോക്കിക്കഴിഞ്ഞാൽ ഇത് മറ്റൊരു ലഹരിയാണ്. ലഹരിയുടെ പ്രധാനപ്പെട്ട കച്ചവടം എന്ന് പറയുന്നത് മത തീവ്രവാദത്തെ വളർത്തുക എന്നുള്ളതാണ്. യാതൊരു തർക്കവും ഇതിൽ വേണ്ടതില്ല. മത തീവ്രവാദത്തെ വളർത്തുക, ഭീകരത ഉണ്ടാക്കുക, അത് ഏറ്റവും വലിയ കച്ചവട മൂല്യം എന്ന് പറയുന്നത് അത് ടുണീഷ്യയിൽ നിന്ന് വരെ വരുന്നുണ്ട്. MDMA എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു തരിക്ക് 2000 രൂപയുണ്ട്. ഇവിടുന്നാണ് ഈ പൈസ. 2000 രൂപയാണ് ഒരു തരിക്ക്. എന്റെ മക്കൾ നല്ല മക്കളെ, ഒരു കുഴപ്പമില്ല, കാണാനൊന്നുമില്ല, കള്ളു കുടിച്ചാലും മണക്കും, ഇത് കഴിച്ചാലും മണക്കൂല, ഒരു സംഭവം ഉണ്ടാവില്ല, നല്ല സുഖം. കുട്ടികൾ ക്ലാസ്സിലിരുന്നാൽ ടീച്ചർ പേരിക്കും ഇത് ഗംഭീരമാണ്, ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്ന കണ്ടായിരിക്കും ജോറാണ്. ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ കുട്ടി. മറ്റു വേറെ ലക്ഷണങ്ങളൊന്നും കാണൂല. തൊട്ടാൽ, അകത്തേക്ക് എടുത്താൽ പിന്നെ ഈ സാധനം ഉപയോഗിക്കാതിരിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാവുക. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാലോ, ഈ ലഹരി ഉപയോഗിക്കുന്ന നിങ്ങളെ നാട്ടിലെ ആൾക്കറിയാം. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കള്ളെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഒരു രസമാണ്. കള്ളെല്ലാം കുടിച്ച് മത്തിയെല്ലാം വാങ്ങിയിട്ട് നാട്ടുപുറത്തെ ബസ്സിലെല്ലാം കയറി ബാക്ക് സീറ്റിരുന്ന് പാട്ടെല്ലാം പാടി എന്തൊരു രസമാണ്. അതിൻ്റെ ഒരു രസം വേറെയാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആ മത്സ്യം വേറെ ആയിരിക്കെല്ലാം കൊടുക്കും, അപ്പുറമില്ല. ഈ ഭാര്യക്ക് ഇയാൾ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാ. എന്നാ പൈ കുരിപ്പ് കുടിക്കാണ്ട് വന്നിട്ട് ഏയില്ലല്ലേ. ഒരു ആളങ്ങനെയുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്. ഇങ്ങനെ ആളുണ്ട്. നാട്ടിൽ കുഞ്ഞിരാമട്ടുണ്ട്, ഇപ്പം അടുത്താ മരിച്ചത്. ഒരു രാവിലെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. ഒരു 3/4 ലിറ്റർ കള്ള് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. പണിയെല്ലാം നല്ലോണം പണിയെടുക്കും. വയറ്റിലെ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് കുളിച്ച് ജപിച്ച് അതെല്ലാം വായിക്കും. എന്നിട്ട് അങ്ങോട്ട് കള്ളെടുത്ത് കുടിച്ചിട്ട് അവളെ കുറെ ചീത്ത പറയും. ചീത്ത രസമുള്ള ചീത്തയാണ്. അവളെ കുറെ ചീത്ത പറയും. നാട്ടിലെ കുടിയുള്ള കുറച്ച് ആളെല്ലാം ചീത്ത പറയും. രസമുള്ള ചീത്തയാണ്. അപ്പുറത്തുള്ള മറ്റു പാർട്ടിക്കാരുടെ ചീത്തയെല്ലാം പറയും. എന്നിട്ട് അപ്പാട് കിടത്തും കിടന്നു. ഇത് സ്ഥിരമുള്ള കാഴ്ചയാണ്. എൻ്റെ അച്ഛനെല്ലാം ചെയ്തു പറയും വെറുതെ. എന്നിട്ട് രാവിലെ വന്നിട്ട് പോയിരുന്ന ഞാനിങ്ങനെ വെറുതെ പറഞ്ഞാണ് ഒന്നും കാര്യമാക്കരുത്. അങ്ങനെ പാർട്ടിയുടെ ഒരു സഖാവാണ്, പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. പോയിരുന്ന നിങ്ങളെല്ലാം ചീത്ത പറഞ്ഞിട്ട് ഇന്നലെ അങ്ങനെ കാര്യമാക്കരുത്. ഇതൊരു നാട്ടിൻപുറത്തുണ്ടാകുന്ന ഒരു ലഹരിയാണ്. അടുക്കാലത്ത് ഓരോരോ മദ്യത്തിന് ഓരോരോ പേരാണ്. മൂലവെട്ടി എന്ന് പറയുന്നൊരു മദ്യം ആദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് കുടിച്ചിട്ട് പാക്കറ്റ് അങ്ങ് ചാടുക. ഒരു കാലത്തെ അതായിരുന്നു. പിന്നീടുള്ളത് നാണം കുണുങ്ങി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് കുടിച്ചാൽ ഇപ്പം നാണം കുണുങ്ങിയാണ്. ഒരു നാണം കുണുങ്ങിയ സംഭവം ഉണ്ടാവും കുറേ സമയത്തേക്ക്. പിന്നെ ജീസസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ജീസസ് എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് 3-ാമത്തെ ദിവസമേ ഉയർത്തെഴുന്നേൽപ്പ് വരും. നിങ്ങളതൊന്നും കുടിച്ചിട്ടോ എനിക്കറിയില്ല. ജീസസ് ആണ് അതിൻ്റെ പേര്. പോസ്റ്റ്മക്കേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പോസ്റ്റ്മക്കേറ്റ് ഇതെല്ലാം ഒരു പ്രത്യേക, അത് കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവാം, പാഞ്ഞു കയറാനും തോന്നുന്നു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി ആ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് വേറെ പല പല പേരുകളിലാണ്. നാവിന്റെ ഉള്ളിൽ കുത്തുന്ന സർപ്പത്തിനെ പോലെ സ്റ്റിക്കർ, സ്റ്റാമ്പ്. ഇത് ഞാൻ പറയുന്നത് ഇത് സാമാന്യവൽക്കരിക്കല്ല. സാധനങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. എന്റെ നാട്ടിൽ നിന്ന് ഒറ്റ കുട്ടി ഇത് ഉപയോഗിക്കില്ല. പക്ഷെ വായനശാലകളിലെല്ലാം വലിയ പരിപാടിയാണ്. ലഹരി വിരുദ്ധം, യുദ്ധത്തിനെതിരെ വിരുദ്ധം, പാത്രം മുട്ടുക, പ്രകടനം നടത്തുക. അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് വീട്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇതിനിടെ കണ്ട സംഭവം. അച്ഛൻ കുടിച്ച സാധനം ഇങ്ങനെ മേശപ്പുറത്ത്. അച്ഛൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് സാധനം മേശപ്പുറത്ത് വെച്ച് ഇയാളെ പൂസായിരം കുറയും. ചക്കൻ വന്നിട്ട് എടുത്തത് കുടിച്ച്. അച്ഛൻ കുടിച്ചാലേ ഇങ്ങനെയാ കുടിക്കൽ. ഇങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഗോവയിൽ പോയിട്ട് ആരെങ്കിലും ഓഫായി വീണെങ്കിൽ അത് മലയാളിയാണ്, ഉറപ്പാണ്. ഗോവയിൽ പോയിട്ട് ആരെങ്കിലും കുടിച്ച് പൂസായിട്ട് ഓടുമ്പോഴുണ്ടെങ്കിൽ അത് ഉറപ്പ് മലയാളി. മാഹിയിൽ പോയിട്ട് കുടിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടുള്ളവരാണ്. അവർ കുടിക്കുന്നില്ല. നമുക്ക് കുടിക്കാൻ അറിയില്ല. രാവിലെ വൈകുന്നേരം വരെ കുടിച്ച് കളയാ അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഇവിടെ അങ്ങനെ കുടിക്കേണ്ട കാലാവസ്ഥയുമില്ല. അങ്ങ് കുടിക്കുക തന്നെ. തുറന്നങ്ങ് വെക്കലാണ്. ഇത്രയാ തുറക്കുന്നു. ചാലോട്, മയ്യില് ആകെയുള്ള ഇവിടുത്തെ കാണുന്നത്. ഞാൻ ആകെ മൊത്തം കുറ്റം പറയല്ല. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വ്യവസായശാലകൾ കൂടുതൽ കാണാം. ഇവിടെ ഇതിങ്ങനെ തുറന്നു. ഇപ്പൊ പുതിയൊരു 2 അപ്പുറം ഇപ്പുറം ഉണ്ട്. പുതിയൊരുന്ന് ഇപ്പുറം നോക്കിയ ആനമാണ്, അപ്പുറം നോക്കിയ മാഗ്നറ്റ്. ചങ്ക അപ്പുറം ഇപ്പുറം തിരിച്ചതാണ്. കുറച്ചപ്പുറം പോയാൽ സന്നിധാനം ഒന്ന്, അപ്പുറം ഒരു സൂര്യാപുരം, അപ്പുറം ഇപ്പുറം ചാലോട്, പറശ്ശിനിക്കട, എല്ലാ ദിക്കിലുണ്ട്. ഉള്ളത് കൊണ്ട് കുടിക്കണം എന്നല്ല പറയുന്നത്. ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുള്ളത്.
ഞാൻ പറയുന്നത് 0.001% മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. നല്ല കുട്ടികളാണ്. ഞാൻ ഈ കുട്ടികളെ കുറ്റം പറയാൻ നിൽക്കുകയില്ല. ഈ പറയുന്നവര് ഈ തന്ത വൈബ് എന്ന് പറയുന്ന പുതിയ കാലത്തെ കുറെ ആളാണ്. വെള്ളിയാഴ്ച കുടിക്കുന്ന ആള്, ഞായറാഴ്ച കുടിക്കുന്നവര്, രഹസ്യം പറയും പോലെ ഈ കുറ്റം പറയുന്നവർ ഇവരാണ്. ഈ അത്യാവശ്യം ചേർത്ത് കുടിച്ചിട്ട് രഹസ്യമായി കുടിച്ചിട്ടെല്ലാം പോകുന്നവരെല്ലാം ഉണ്ടാവും. അതൊന്നും പണ്ടത്തെ കാലത്തെ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് അതിലൊന്നും ഒരു ശരിയെന്ന് ഭീകര പ്രവർത്തനമൊന്നുമല്ല. മയക്കുമരുന്നെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ആക്കും പോലെ സംഭവമൊന്നുമല്ല. ഇപ്പൊ പയ്യാവൂര് അടുത്ത വർഷം ഭരിക്കുന്ന ഒരു ബാങ്ക് ഫെനി എന്ന് പറയുന്ന ഒരു മദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. പശ്ചിമബംഗാൾ വലിയ വിഷയമൊന്നുമല്ല. അത് പൂർണ്ണമായി ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ് ഒന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നീട് അത് എസൻസ് ചേർത്ത് എത്രത്തോളം കശുമാവിന്റെ പിന്നെ ഈ വാറ്റിയിട്ടുണ്ടാക്കുന്നതെല്ലാം പണ്ടെല്ലാം പയറുമലകൾ കുടിക്കലുണ്ട്. നല്ല മരുന്നാണ് സത്യത്തിൽ. അത് വന്നു കഴിഞ്ഞാൽ നല്ല കശുവണ്ടി വ്യവസായ മേഖലയിൽ വളരും. TM ജോഷിയായിട്ടാണ് അതിന്റെ പ്രസിഡന്റ്. ഒരുപാട് അബ്കാരി നിയമം തന്നെ അദ്ദേഹം ഭരണത്തിൽ ഇടപെട്ടിട്ട് മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. വരുമ്പം കുറെ അച്ചായന്മാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ മേഖലയിൽ. കാരണം അത് കശുവണ്ടി മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കും. ഇഷ്ടംപോലെ കശുവാങ്ങയും കശുവണ്ടിക്കും അതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നീര എന്തുകൊണ്ടാണ് നമ്മള് CKP MLA ആയ സമയത്ത് നീര നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് പോയതാണ്. കാരണം എന്തെങ്കിലും എസൻസ് ചേർക്കാതെ നിൽക്കില്ല. നീര രാവിലെ എടുത്തു വെച്ചിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് അങ്ങനെ അത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം നിൽക്കൂല. അതുകൊണ്ടാണ് ആ വ്യവസായം പോയത്. നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന നമ്മുടേതായ പാനീയങ്ങൾ അതിന് പുറമേ നിന്ന് ഈ വിദേശ നിർമ്മിതമായ സാധനങ്ങൾ കയറ്റിയേക്കും അതിന് പ്രത്യേകതര സ്വഭാവത്തോടു കൂടി ഇങ്ങോട്ട് കയറ്റി വിടുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൂടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോ ഇതിനൊരു രോഗത്തെ നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകം KPSCയുടെ നാടകമാണ്. ആ നാടകത്തിലൊരു കഥാപാത്രത്തിന്റെ പേര് സുമം എന്നാണ്. കുഷ്ഠരോഗം ബാധിച്ചു. ആ കുഷ്ഠരോഗം ബാധിച്ചിട്ട് കല്യാണം നടന്നില്ല, ഒരു ആലോചനയും നടന്നില്ല. അവസാനം ഈ സ്ത്രീയെ വല്ലാതെ ഒറ്റപ്പെട്ടു. എന്നിട്ട് ഡോക്ടറോട് പോയിട്ട് ഈ സ്ത്രീ ചോദിക്കുന്നതാണ്, ഡോക്ടറെ ഈ രോഗം എന്ന് പറഞ്ഞത് ഒരു കുറ്റമാണോ എന്ന്. രോഗം എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ എന്ന്. നാടകത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഐക്യരാഷ്ട്രസഭയുടെ WHO അവാർഡ് കിട്ടിയ ഒരു നാടകമാണ്. ഈ രോഗം ഒരു കുറ്റമാണോ ഡോക്ടർ എന്ന് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രോഗം ഉണ്ടാക്കുന്നത് അതിന്റെ കാരണങ്ങളാണ് അന്വേഷിക്കേണ്ടത്. കാരണങ്ങൾ അന്വേഷിക്കുകയും അതിന് ചികിത്സ നടത്തുകയൊക്കെ ചെയ്യേണ്ടതാണ്. കുട്ടികള് സ്കൂളിലേക്ക് വിട്ടിട്ട് നിങ്ങൾ ഈ ഞായറാഴ്ച കുടിക്കുന്നവരും വെള്ളിയാഴ്ച കുടിക്കുന്നവരും പിന്നെ മാന്യമായിട്ട് കുടിക്കുന്നവരെല്ലാം പറയും ചെറുപ്പക്കാരെല്ലാം പോക്കാണ്. ഒരു പൊതുവെ ചർച്ചയുണ്ട്. ലേശം മുടി ഇങ്ങനെ വെച്ച പിള്ളേർ കണ്ടാലും മൊത്തം പോക്കാന്ന് പറയും. ലേശം ട്രൗസർ 3/4 ഇട്ട് പോയാൽ പറയും മോശമാണ്. എനിക്ക് അഭിപ്രായമില്ല. ഈ പുതിയ കാലത്തെ പിള്ളേർ നല്ല കുട്ടികളാണ് അഭിപ്രായം ഉള്ളത്. എന്ത് പറഞ്ഞാലും അഥവാ മോശമാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രശ്നമാണ്. വീട്ടിലെ സ്കൂളിൽ ആരെയും പറയണ്ട. അത് നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക്. നമ്മൾ മാതൃകയാക്കിയത് നമ്മളെ അച്ഛനും അമ്മയാണ് ഇപ്പോഴും. അതെ, നമ്മളാരെയും ഒരു അധ്യാപകനെയോ മാതൃകയാക്കിയില്ല. എൻ്റെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എല്ലാവരും മാതൃകയാക്കേണ്ടത് അവരുടെ അച്ഛനും അവരുടെ അമ്മയെ അവരുടെ കാരണന്മാർക്കെല്ലാം ഒരു കാലത്ത് ഭയങ്കര വിലയാണ്. നിങ്ങൾക്കെല്ലാം ആ വിലയുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. പണ്ടെല്ലാം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അമ്മ പറയുകയല്ല, അമ്മോനോട് കഴിക്കുന്നു പറയും. അച്ഛൻ പറയും അതിന്റെ കാരണവനോട് കഴിക്കും. അങ്ങനെ എന്തായാലും കല്യാണം വന്നാലും പിന്നെ എന്ത് കാര്യത്തിലും കാരണവരുടെ ഔട്ടായി തോന്നും. അമ്മോനെന്ന് കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി ഒറ്റപ്പെട്ട നിലയിലേക്ക് പോയി. പിന്നെ ആടെ അച്ഛൻ അമ്മ എന്ന് മാത്രമാണ്. ഇതുണ്ടാക്കുന്ന വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛനും അമ്മക്കും ഒരു മോനേ ഉള്ളൂ. അച്ഛൻ അനർത്ഥന്ന് പിരിഞ്ഞതാണ്. വലിയ സാമ്പത്തിക നിലയൊന്നുമില്ല. അമ്മ വിസ്മയിൽ ഇങ്ങനെ പണിക്ക് പോവുകയാണ്. മോന് ബാംഗ്ലൂർ ജോലിയാണ്. ക്യാൻസർ വന്നിട്ട് ഗോവിനാട്ടൻ എന്നാണ് പേര്. അയാൾ മരിച്ചു. ഒറ്റ മോനല്ലേ ഉള്ളൂ. പണ്ടത്തെ പോലെ 5, 6, 7 ഒന്നുമില്ലല്ലോ. 5, 6, 7 ഒന്നുമില്ല. ഒറ്റ ഒന്നും. മരിച്ച വിവരം ചെക്കന് കൊടുത്തു. ചെക്കൻ പിന്നെ വൈകുന്നേരം മരിച്ചു. ചെക്കൻ രാത്രി എത്തി. സംസ്കാരം രാവിലെ കഴിഞ്ഞു. ഇവൻ വൈകുന്നേരം ആകുമ്പോൾ മെല്ലെ പെട്ടിയെല്ലാം തൂക്കി പോകാൻ കഴിയും. ആകെ ഒരു മോനാണ്. മോനോട് ആരെല്ലാം ചോദിച്ചു, അല്ല മോനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയ പോലെ ഒറ്റക്കല്ലേ ഉള്ളൂ, സഞ്ചാരം കഴിഞ്ഞിട്ട്. ഓനി സഞ്ചാരം എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നില്ല. 12 നിന്നാലൊന്നും മനസ്സിലാകുന്നില്ല.
നമ്മളെല്ലാം ഒരു കാലത്ത് സഞ്ചാരം വരെ നിൽക്കുക, അല്ലെങ്കിൽ ഇവരെ പഠനം നിനക്ക് ഒറ്റ ദിവസം ലീവേ ഉള്ളൂ, വൈകുന്നേരം ആകുമ്പോൾ പോവാണ്. ഇത് ഈ അണുകുടുംബ വ്യവസ്ഥയിൽ സംഭവിച്ചു പോയ കുറെ സംഗതികളാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു സംഗതി ഉണ്ടായത്, പട്ടാനൂർ ഒരു സ്ഥലത്ത് ഒരാളുടെ മകൻ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ്. അച്ഛൻ ഇതേപോലെ മരിച്ചു. അപ്പൊ ഇവൻ സിനിമ കാണാൻ വേണ്ടി, എമ്പുരാൻ കാണാൻ വേണ്ടി പട്ടണൂർ ടാക്കീസിൽ പോയതാണ്. അച്ഛൻ മരിക്കുന്ന വിചാരം ഇവനില്ല. അത്യാവശ്യം മദ്യപിക്കുന്ന ആളാണ്, വലിയ ഒരു കെയറൊന്നും അച്ഛൻ നമുക്കും കൊടുക്കില്ല. മരിച്ചു. ഇവനെ വിളിച്ചു, ടാക്കീസിലുള്ളത്. കുറെ സമയം വിളിച്ചു കൊടുത്തില്ല. പിന്നെ ഏതോ സമയത്താണ്, ഇന്റർവ്യൂ സമയത്തോ മറ്റോ വിളിച്ചാൽ ഫോണെടുത്തിട്ട് ചോദിച്ചു, അച്ഛനിങ്ങനെ കുറച്ച് സീരിയസ് ആണ്, ഇങ്ങനെ പെട്ടെന്ന് വരണം. പിന്നെ സിനിമ കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇവൻ ചോദിച്ചത് എപ്പാ ബോഡി എടുക്കുക. അച്ഛനാണ് മരിച്ചത്, എപ്പോഴാണ് ബോഡി എടുക്കുക എന്നാണ് ചോദിച്ചത് മകൻ. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്നാണ് അതിന്റെ അർത്ഥം. സിനിമ കഴിഞ്ഞിട്ട് വന്നാൽ പോരെ എന്നാണ് ആന്തരിക അർത്ഥം. ഇത് വിട്ടുപോയി, നമ്മളുടെ നിന്ന് വിട്ടുപോകും. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയേക്കാൾ എത്രയോ ഏതോ അകലെയുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഏതോ ആൾ നമുക്ക് വേണ്ടപ്പെട്ടവരായി തീരുന്ന സോഷ്യൽ മീഡിയ കാലമാണ്. ഒരു കുട്ടി, തിരൂരിൽ നിന്ന് ഒരു കുട്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചാടിയ ഒരു കഥയുണ്ട്. കുട്ടി എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ കണ്ട് പരിചയപ്പെട്ടു, സോഷ്യൽ മീഡിയ കണ്ട് പരിചയപ്പെട്ടു. സോഷ്യൽ മീഡിയയിലെ ചില പെൺകുട്ടികൾ, ഇപ്പം പെൺകുട്ടികൾ അങ്ങനെ ഫോട്ടോ ഇടാൻ പഠിക്കലില്ല. മുമ്പത്തെ കാലത്ത്, കുറച്ച് മുന്നേ കാലത്ത് പെൺകുട്ടികൾ വേറെ ഫോട്ടോ ഇടും അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അവനവന്റെ ഫോട്ടോ ഇട്ടു തുടങ്ങി അല്ല അങ്ങനെ. അപ്പോ ഈ പെൺകുട്ടി പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നു. ആ പെൺകുട്ടി ഇട്ട ഫോട്ടോ കുറച്ച് ഭംഗിയുള്ള ഫോട്ടോ ആണ്. ആ ഭംഗിയുള്ള ഫോട്ടോ കണ്ടിട്ട് ഒരു ആൺകുട്ടിയുമായി പരിചയപ്പെടുന്നു. നേരിട്ട് കാണുന്നില്ല, ഒരു പരിചയപ്പെട്ടു, നല്ല ബന്ധമായി. അത് എവിടേക്കൊക്കെ പോയി. അവസാനം ഇവർ കാണാൻ വേണ്ടിയിട്ട് തിരൂരേക്ക് വന്നു നോക്കുമ്പോൾ ഈ കുട്ടി ഇവൻ കാണുന്ന കുട്ടിയില്ല. നേരിട്ട് കണ്ടപ്പോ ഈ കുട്ടി ഇതുവരെ ഇവരെ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശാരീരിക പ്രകൃതമല്ല, ഒന്നുമല്ല. ഇവനപ്പാട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു, ഇവൻ കാണണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈ കുട്ടിയെ ആകെ പരിഭ്രമിച്ചു. കുട്ടിയെ സർവ്വതും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. കുട്ടി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ചാടി. അതെടുത്ത് പിന്നെ അവിടെ കണ്ടവരത് എടുത്തിട്ടങ്ങ് മാറ്റോ ചെയ്ത്. ഇതൊരു വെർച്വൽ കാലഘട്ടത്തിലെ, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെയാണ്, പല കാലങ്ങളിലൂടെയാണ്, ഒരേ കാലത്തിൽ പല കാലങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്.